എല്ലാവർക്കും ഹലോ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഗൂഗിളിൽ കയറി നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതിനായി ആദ്യം നിങ്ങൾ ക്രോമിൽ ഗൂഗിളിൽ കയറി ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മാനേജർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് കാണാം ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ ഒരു സൈറ്റ്, ഫസ്റ്റ് കാണുന്ന സൈറ്റ്. അതിൽ കയറി ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ കയറുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ചോദിക്കും. നിങ്ങൾ ഓൾറെഡി ഏത് ഫോണാണോ ട്രാക്ക് ചെയ്യുന്നത് ആ ഫോണിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും ടൈപ്പ് ചെയ്യുക. നിർബന്ധമായും നമ്മൾ ഏത് ഫോണാണ് ട്രാക്ക് ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഇമെയിൽ ഐ ഡി വേണം, അല്ലെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഏത് സ്മാർട്ട് ഫോണാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലേഔട്ട് ഇവിടെ കാണാം. ഏത് സ്മാർട്ട് ഫോണാണോ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കാണും. പിന്നെ അതുപോലെ 3-4 ഓപ്ഷനുണ്ട്. ഒന്ന് റിങ് ചെയ്യിക്കാം, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ലോക്കാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള കണ്ടൻറ്റ് മൊത്തം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. പിന്നെ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനാണ് മെയിനായിട്ട് ഇതിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നോക്കി നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലും ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിങ് ചെയ്യുക. കഴിഞ്ഞ് പിന്നെ ലോക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിപ്പോൾ പുതിയത് ഇപ്പോൾ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ഫോണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ പാസ്വേഡ് അടിക്കുക. പിന്നെ റിക്കവറി മെസ്സേജായിട്ട് എന്തെങ്കിലും പുതിയ പാസ്വേഡ് അടിക്കുക. അതുപോലെ റിക്കവറി മെസ്സേജായിട്ട് എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങളിപ്പോൾ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ആ ഫോണിൽ ഒരു കോൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറോ അല്ലെങ്കിൽ കിട്ടുന്ന നമ്പർ ടൈപ്പ് ചെയ്ത് ലോക്ക് എന്നുള്ള ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് പോകും. ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഓട്ടോമാറ്റിക് ലോക്കായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണ് ഇപ്പോൾ ആരാണ് ഉപയോഗിക്കുന്നത് അവർക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോളിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ ലോക്ക് നിങ്ങൾക്ക് തന്നെ പിന്നെ അത് തുറക്കാൻ കഴിയുകയുള്ളൂ.